ഹായ് ഫ്രണ്ട്സ്, കുഞ്ഞുകുട്ടീസ് ലൈഫ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീലിംഗ് തോന്നാനും അതേപോലെ കിച്ചൺ നമുക്കൊരു പച്ചപ്പോട് കൂടി നമ്മുടെ കിച്ചണിലെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്ത് നമ്മുടെ കിച്ചൻ്റെ ഭംഗി കൂട്ടാം, അതേപോലെ തന്നെ നമ്മുടെ കിച്ചണിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അതിനു മുമ്പായി ഇതുവരെയും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പ്ലാന്റ്സ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഏരിയാസിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു പ്ലാന്റ് നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഭംഗിയോടുകൂടിയും എന്നും അവിടെ നിലനിൽക്കൂ. അപ്പോൾ നമുക്ക് സിങ്കോണിയം, അതേപോലെ തന്നെ ലക്കി ബാമ്പു, മണി പ്ലാന്റിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതൊക്കെ നമുക്ക് സി പ്ലാന്റ്, ഇതൊക്കെ നമ്മുടെ ഇൻഡോറിൽ നമുക്ക് നമ്മുടെ കിച്ചണിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സുകളാണ്. അപ്പോൾ മണി പ്ലാന്റ് ആയിരിക്കും നമ്മുടെ മിക്ക ആളുകളുടെയും ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മണി പ്ലാന്റ് നമുക്ക് വെള്ളത്തിലും അതേപോലെ മണ്ണിലും ഒക്കെ നട്ട് നമ്മുടെ കിച്ചൺ മനോഹരമാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ കപ്പുകളിലോ അല്ലെങ്കിൽ പിന്നെ കുപ്പികളിൽ, ഗ്ലാസ് കുപ്പികളിലൊക്കെ മണി പ്ലാന്റ് വളർത്തി നമ്മുടെ കിച്ചണിൽ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു 10 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ മാത്രം ആ ഗ്ലാസ്സിലെ വെള്ളം നമുക്കൊന്ന് മാറ്റി നമ്മുടെ ഇലകളൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. നമുക്ക് കഴുകി കൊടുത്ത് നമുക്ക് ആ ഒരു ഇലകളുടെ അടിവശത്തൊക്കെ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും നല്ല രീതിയിലൊന്ന് ക്ലീനാക്കി വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. 2 ആഴ്ച കൂടുമ്പോൾ മാത്രം ചെയ്താൽ മതി. നമ്മൾ ഡെയിലി ഒന്നും ചെയ്യേണ്ട ആവശ്യവുമില്ല. നമുക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് ക്ലീനാക്കി കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും ആ ഇലകളൊക്കെ നല്ല ഭംഗിയോട് കൂടി നമുക്ക് കാണാനും പറ്റും. അപ്പോൾ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരികയും ചെയ്യും. കൂടുതൽ ഇലകളൊക്കെ തന്നെ ഇതിൽ നിന്ന് പൊട്ടി വരികയും ചെയ്യും. ഇടയ്ക്കൊക്കെ നമ്മൾ ഇലകളൊക്കെ ഒന്ന് വെള്ളം തളിച്ച് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടി നല്ല എപ്പോഴും ഒരു ഫ്രഷ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെടിക്കും കൂടെ ഒരു ഊർജ്ജം കിട്ടാനും അതേപോലെ ചെടി കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ചെടികളെ ഏറെ സ്നേഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വളർത്താൻ പറ്റുന്ന വെറൈറ്റീസ് ഒക്കെ തന്നെയാണ് ഈ ഒരു പ്ലാന്റ്സ് ഒന്നും. വളരെ കുറഞ്ഞ ചിലവിൽ അല്ലെങ്കിൽ പൈസ ചിലവൊന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിലെ വെള്ളത്തിലും ചട്ടിയിലും ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇത് ഈ ഫിലോഡെൻഡ്രോണിൻ്റെ വെറൈറ്റിയും നല്ലൊരു ചോയ്സാണ് നമുക്ക് ഇൻഡോറിൽ വളർത്താൻ പറ്റുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഫിലോഡെൻഡ്രോണിൻ്റെ മറ്റൊരു വെറൈറ്റി ഉണ്ട്. ഹാങ്ങിങ് ആയിട്ട് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. അതിന് തൊട്ടപ്പുറത്തായിട്ടുള്ള നമ്മുടെ അത് ഫിലോഡെൻഡ്രോണിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. ഇത് നല്ല ഭംഗിയാണ്, നമുക്ക് ഹാങ്ങിങ്ങിൽ വളർത്താൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ചോയ്സായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഫിലോഡെൻഡ്രോൺ നല്ല നമ്മുടെ മണി പ്ലാന്റിനോട് സാദൃശ്യം തോന്നുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ നല്ല നമുക്ക് ഗ്ലാസ് ജാറിലാണ്, വെള്ളത്തിലാണ് നല്ല രീതിയിൽ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഈ ഒരു പ്ലാന്റ് വളർത്താം. ഇത്രയും പ്ലാന്റ്സ് തന്നെ നമ്മുടെ കിച്ചൻ്റെ ഭംഗി കൂട്ടാനായിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ്സൊക്കെ അറേഞ്ച് ചെയ്ത് വളർത്താം. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് നമ്മുടെ കിച്ചണിലുണ്ടെങ്കിൽ തന്നെ ഒരു പോസിറ്റിവിറ്റി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ കിച്ചണിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. ഫ്ലിപ്കാർട്ടിലും മീഷോയിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള കുറഞ്ഞ ചിലവിൽ നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ട് കിച്ചണിൽ അത്യാവശ്യം വേണ്ടുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു പേപ്പർ നാപ്കിൻ. ഇത് നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ മുകളിലൊക്കെ തുടയ്ക്കാനും റീയൂസബിളാണ്. നമുക്കിത് കഴുകി ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ 2 എണ്ണമൊക്കെ കോംബോ കിട്ടുന്ന ഓഫറിൽ വാങ്ങിക്കുകയാണെങ്കിൽ അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പോൾ സിംഗിളായിട്ട് കിട്ടുന്നത് നോക്കി വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇതും വളരെ യൂസ്ഫുള്ളാണ്. കുറഞ്ഞ ചിലവ് നമുക്കൊരു ഒതുക്കി വെക്കാനായിട്ടൊക്കെ പറ്റും. അടുത്ത ഐറ്റം നമുക്ക് മുട്ടയൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു എഗ് ബാസ്ക്കറ്റാണ്. ഇത് 3 ലെയറായിട്ടാണ്. ഇതിൽ നമുക്ക് ഫസ്റ്റ് ലെയറിൽ 12 മുട്ട, അങ്ങനെ നമുക്ക് 36 മുട്ട വരെ 3 ലെയറായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമുക്ക് കിച്ചണിലൊക്കെ മുട്ടയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഈ ഒരു ഐറ്റം നമുക്ക് മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് കിച്ചണിൽ അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസർ ട്രേ ആണ്. നമുക്ക് കിച്ചൺ ഓർഗനൈസായിട്ട് മൾട്ടി ഫങ്ഷൻസിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് നമുക്ക് ഓയിൽസ് അത് കണക്ക് നമുക്ക് ലിക്വിഡായിട്ടുള്ള ഐറ്റംസൊക്കെ ഇതിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇത് 360 ഡിഗ്രി റൊട്ടേറ്റിംഗ് ആണ്. അപ്പം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കിച്ചണിൽ നമുക്ക് വേണ്ടുന്നൊരു ഐറ്റമാണ്. നമുക്ക് കിച്ചണിലൊക്കെ പ്ലാന്റ്സൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വളർത്താൻ പറ്റുന്ന നല്ലൊരു പോട്ട്സാണ്. ഇത് നമുക്ക് നല്ല ഓൺലൈനിൽ നിന്ന് നമുക്ക് നല്ല ക്വാളിറ്റിയോട് കൂടി കുറഞ്ഞ ചിലവിൽ വാങ്ങിക്കാനായിട്ട് പറ്റും. നല്ല പോട്ട്സാണ്, അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ഇൻഡോറിലും സിറ്റൗട്ടിലും ഒക്കെ പ്ലാന്റ്സ് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വളർത്താം.
അടുത്തതായിട്ട് നമ്മുടെ ഒരു സ്റ്റോറേജ് ഷെൽഫ്സാണ്. നമുക്ക് കിച്ചണിലൊക്കെ ഒരു ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വളരെ ചെറുതാണ്. നമുക്ക് സ്പൈസസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനും അതേപോലെ തന്നെ നമുക്കൊരു കൗണ്ടർ ടോപ്പിൽ ഒരു ഓർഗനൈസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയുള്ളതാണ്. വളരെ അത്യാവശ്യം ഒരുപാട് യൂസ്ഫുൾ ഒന്നും അല്ല എങ്കിൽ പോലും നമുക്കൊരു ഭംഗിയായിട്ട് നമുക്ക് കിച്ചൺ അറേഞ്ച് ചെയ്ത് വെക്കാൻ നല്ലൊരു ഓർഗനൈസറാണ്. ആയിട്ടൊരു സ്പൈസസ് റാക്കാണ്. ഇത് നമുക്ക് ഇതേപോലെ പ്ലാന്റ്സ് റാക്കായിട്ടും ഉപയോഗിക്കാം. സ്റ്റാൻഡ് പോലെ നമുക്ക് ഉപയോഗിക്കാം. ചെറിയ ജാറുകളും ഒക്കെ നമുക്ക് കണ്ടെയ്നേഴ്സും ഒക്കെ നമുക്കിതിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് കിച്ചണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ്. വളരെ വെയ്റ്റ്ലെസ് ആണ് എങ്കിൽ പോലും നമുക്കിതേപോലെ ചെറിയ പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കിച്ചൺ കുറച്ചുകൂടെ ഭംഗിയാക്കി എടുക്കാനായിട്ട് പറ്റും. കിച്ചണിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റാക്കാണ് ഈ സ്പൈസ് റാക്കാണ്. ഇത് നമുക്ക് സ്പൈസസ് ഒക്കെ നമുക്ക് എളുപ്പം നമുക്ക് കൈകാര്യം ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. നമുക്ക് കൗണ്ടർ ടോപ്പിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവിടെ ഇവിടെയൊക്കെ നമ്മൾ കണ്ടെയ്നേഴ്സ് വാരി വെക്കുന്നതിലും നമുക്ക് ഒതുങ്ങി തന്നെ നമുക്ക് കണ്ടെയ്നേഴ്സൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. വളരെ യൂസ്ഫുള്ളാണ് ഇത്. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ആയതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അടുത്തത് ഈ ഒരു റാക്കും അതേപോലെ തന്നെ വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് കണ്ടെയ്നേഴ്സൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റാക്കാണ്. നമ്മുടെ കൗണ്ടർ ടോപ്പ് നമ്മൾ എപ്പോഴും നമുക്ക് ഒതുങ്ങിയ രീതിയിൽ നമുക്ക് ഒരുപാട് ചെറിയ അടുക്കളകൾക്ക് ആണെങ്കിൽ നമുക്ക് ചെറിയ ഐറ്റംസ് തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഐറ്റംസ് മാത്രം അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൈകാര്യം ചെയ്യാനും എപ്പോഴും ഒരു നല്ല രീതിയിൽ നല്ല ക്ലീൻ ആയിട്ട് കിടക്കാനായിട്ടും വളരെ യൂസ്ഫുൾ ആയിരിക്കും. കൊടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് എല്ലാം ഞാൻ ടാഗ് ചെയ്തേക്കാം. ആവശ്യമുള്ളവർക്ക് വാങ്ങാം. നമ്മുടെ കിച്ചണിൽ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ കുറച്ച് ഐറ്റംസും അതേപോലെ തന്നെ നമ്മുടെ കിച്ചൺ പ്ലാന്റ്സിൻ്റെയും ചെറിയൊരു വീഡിയോ ആണ്. കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പായി ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.